നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നതിന് പിന്നാലെ പുതിയൊരു അറിയിപ്പാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതായത് അയത്തുള്ള അലി ഖമേനി ഇതിൻ്റെ തലപ്പത്തുള്ള ഈ ഒരു നേതാവിനെ മാത്രമല്ല, ഇറാന്റെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന മുതിർന്ന അംഗങ്ങളെയെല്ലാം വധിച്ചെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇറാനിലെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനും സുരക്ഷാ ഉപദേശകനുമായ അലി ഷംഖാനി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ മുഹമ്മദ് പക്പൂർ, പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദ തുടങ്ങിയ ബുദ്ധി കേന്ദ്രങ്ങളെ വധിച്ചെന്നാണ് IDF അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 7 ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞു. കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന പ്രധാന നേതാക്കൾ അല്ലെങ്കിൽ അവർ വഹിച്ചിരുന്ന പദവികൾ ഇതൊക്കെയാണ്. അലി ഷംഖാനി മുൻ IRGC നാവികസേനാ മേധാവി, മുൻ ഇറാനിയൻ സൈനിക തലവൻ, അലി ഖമേനിയുടെ പ്രധാന ഉപദേശകൻ. കഴിഞ്ഞ ജൂണിലെ സംഘർഷത്തിനിടെ ഇസ്രായേൽ ഷംഖാനിയെ ലക്ഷ്യമിട്ടിരുന്നു. അടുത്തത് മുഹമ്മദ് പക്പൂർ, IRGC കമാൻഡർ. ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ഇറാന്റെ പദ്ധതിക്ക് പക്പൂർ മേൽനോട്ടം വഹിച്ചുവെന്നും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കും ഇറാനിലെ പ്രതിഷേധക്കാരെ അടിച്ചമർത്താനും പക്പൂർ നിർദ്ദേശം നൽകിയെന്നും IDF പറയുന്നു. അസീസ് നസീർ സാദ, ഇറാന്റെ പ്രതിരോധ മന്ത്രി, മുൻ വ്യോമസേന മേധാവി, ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ്. ദീർഘദൂര മിസൈലുകളും ആയുധങ്ങളും നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ആണവ പദ്ധതിക്കും മേൽനോട്ടം വഹിച്ചത് നസീർ സാദയാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. സലാഹ് അസദി, ഇറാൻ സേനയുടെ ചീഫ് ഓഫ് ഇന്റലിജൻസ്, ഇറാന്റെ സായുധ സേനയിലെ സീനിയർ ഇന്റലിജൻസ് ഓഫീസർ. അടുത്തത് മുഹമ്മദ് ഷിറാസി, 1989 മുതൽ അലി ഖമേനിയുടെ മിലിറ്ററി ബ്യൂറോ ചീഫ്, ഇറാനിയൻ സൈനിക ശ്രേണിയിലെ പ്രധാനപ്പെട്ട വ്യക്തി. മുതിർന്ന സായുധ സേനാ കമാൻഡർമാർക്കും നേതാക്കന്മാർക്കും ഇടയിൽ മധ്യസ്ഥത വഹിച്ചതും ഷിറാസിയാണ്. അടുത്തത് ഹൊസൈൻ ജബൽ അമേലിയൻ, ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഗവേഷണ ഏജൻസിയായ SPNDAയുടെ ചെയർമാൻ, ഇറാനു വേണ്ടി നൂതന സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും വികസിപ്പിക്കുന്നതിൽ പങ്കാളി. റസ മൊസാഫരിദിയ, SPNDAയുടെ മുൻ ചെയർമാൻ, ഇറാന്റെ ആണവായുധ വികസന ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്കുവച്ചു. ഇങ്ങനെ ഇറാന്റെ ഉന്നത സുരക്ഷാ നേതാക്കളെല്ലാം, അതായത് ഓരോ വിഭാഗത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന അവരെ നിയന്ത്രിക്കുന്ന ആളുകളെയാണ് ഇസ്രായേൽ ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത്. ഈ ഉന്നത സുരക്ഷാ നേതാക്കളായ പ്രമുഖർ ടെഹ്റാനിലെ 2 സ്ഥലങ്ങളിലായി യോഗം ചേർന്നതും ഇസ്രായേലിലെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയെന്നും അതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇന്നലെ രാവിലെയായിരുന്നു ആ സർപ്രൈസ് ആക്രമണമെന്നും IDF അവകാശപ്പെടുന്നു. ഖമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നെങ്കിലും ഇറാൻ അത് നിഷേധിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അത് സ്ഥിരീകരിക്കേണ്ടി വന്നത്. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചു വന്നതോടുകൂടി തന്നെ ഇറാനിൽ ഒരു വിഭാഗം ജനത സന്തോഷിക്കുമ്പോഴും മറുവിഭാഗം കരച്ചിലടക്കാനാകാതെ ഖമേനിയുടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന കാഴ്ചകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഖമേനിയുടെ മകളും പേരക്കുട്ടിയും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാനിലെ തസ്നീം, ഫാർ തുടങ്ങിയ വാർത്താ ഏജൻസികളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഖമേനിയുടെ മരണത്തിൽ ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും 7 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ഇനി ഭരണ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്ന ഖമേനിയുടെ മരണം രാജ്യത്തെ വലിയൊരു അധികാര ശൂന്യതയിലേക്കും അനിശ്ചിതത്വത്തിലേക്കുമാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇറാൻ നേതൃനിരയിലെ 40 പേരെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇത് ശരിയാണെങ്കിൽ ഭരണകൂടത്തിലെ പ്രധാനികൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ്. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതോടെ ആ സ്ഥാനത്തേക്ക് ഉടനെ മറ്റൊരാളെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു സ്ഥാനാരോഹണത്തിന് അനുകൂല സമയമല്ല ഇപ്പോൾ. US-ഉം ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തുന്ന സമയത്ത് താൽക്കാലികമായി മറ്റൊരാളെ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ഭരണഘടനയനുസരിച്ച് പരമോന്നത നേതാവായി ഒരു മുതിർന്ന ഷിയ മതപണ്ഡിതനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്.
നിലവിൽ ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനി, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ റൂഹുള്ള ഖമേനിയുടെ ചെറുമകൻ ഹസൽ ഖമേനി എന്നിവരുടെ പേരുകളാണ് പിൻഗാമികളായി പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. സാദിഖ് ലാറിജാനി, മൊഹ്സൻ അരാക്കി, അഹമ്മദ് ഗദാമി തുടങ്ങിയ മുതിർന്ന പണ്ഡിതന്മാരും പരിഗണനയിലുണ്ട്. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഔദ്യോഗിക അധികാരം 88 അംഗ മുതിർന്ന മതപണ്ഡിതന്മാർ അടങ്ങുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സിനാണ്. എന്നിരുന്നാലും രാജ്യത്തെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സിന്റെ നിലപാടുകൾ പുതിയ നേതാവിനെ കണ്ടെത്തുന്നതിലും നിർണായകമാകും. നിലവിൽ അലി ഖമേനിയെ പോലെ സർവ്വസമ്മതനായ മറ്റൊരു നേതാവില്ലാത്തതും അധികാര കൈമാറ്റത്തിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാമെന്ന് ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നു. ഖമേനിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിലായിരുന്ന ഇറാനിലെ മതഭരണകൂടം പെട്ടെന്നുള്ള ആഘാതത്തെ എങ്ങനെ അതിജീവിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഖമേനിയുടെ മരണത്തിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇസ്രായേലും US-ഉം നിരീക്ഷിക്കുന്നത്. അതിനനുസരിച്ചാകും തുടർ നീക്കങ്ങൾ. ഈ ആഴ്ച മുഴുവൻ ആക്രമണം ഉണ്ടാകുമെന്നാണ് US പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഖമേനി ശനിയാഴ്ച പുലർച്ചെ ഓഫീസിൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടതായാണ് ഫാസ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ ഖമേനിയുടെ മകളും മരുമകനും കൊച്ചുമകനും കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അയത്തുല്ല അലി ഖമേനി അടക്കമുള്ള നേതാക്കളെ വധിച്ചത് 30 ബോംബുകൾ തുടർച്ചയായി വർഷിച്ചെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ. ഖമേനിയെയും കൂട്ടാളികളെയും ഒന്നിച്ചു വധിക്കാനുള്ള സമയം നിരീക്ഷിച്ച് കണ്ടെത്തിയ ശേഷമായിരുന്നു ഇസ്രായേൽ US സംയുക്ത ആക്രമണം. ഖമേനി എവിടെയാണെന്ന് ഇന്റലിജൻസ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ നിരീക്ഷിച്ചു. ഒടുവിൽ തൻ്റെ ഓഫീസിലുണ്ടെന്ന് ഉറപ്പുവരുത്തി. യാതൊരു പഴുതും നൽകാതെയായിരുന്നു ആക്രമണം. അയത്തുള്ള അലി ഖമേനി അടക്കമുള്ള നേതാക്കളെ വധിച്ചത് 30 ബോംബുകൾ തുടർച്ചയായി വർഷിച്ചെന്നും ഇസ്രായേൽ മാധ്യമങ്ങളും പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഇസ്രായേൽ US സംയുക്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി ട്രാക്കിംഗ് നടത്തിയാണ് ഈ ഒരു ആക്രമണം. ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ മിസൈലുകൾ പതിച്ച സ്ഥലങ്ങളുടെ വിവരങ്ങൾ പങ്കുവെക്കരുതെന്നും ഇസ്രായേൽ സൈന്യം പൗരന്മാർക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശത്രുക്കൾക്ക് സഹായകരമാകുന്ന രീതിയിൽ മിസൈലുകൾ വീണ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളോ ലൊക്കേഷനോ പങ്കുവെക്കരുതെന്നാണ് മുന്നറിയിപ്പ്. ഔദ്യോഗികമായി പുറത്തിറങ്ങാൻ നിർദ്ദേശം ലഭിക്കുന്നതുവരെ എല്ലാവരും സുരക്ഷിതമായ ബങ്കറുകളിൽ തന്നെ തുടരണമെന്നും എക്സിലെ കുറിപ്പിൽ സൈന്യം വ്യക്തമാക്കി. അപായ സൂചനകൾ ലഭിച്ചില്ലെങ്കിലും സുരക്ഷിത സ്ഥാനങ്ങൾക്ക് അടുത്തായി തന്നെ തുടരണമെന്നും സൈന്യം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കാരണം യാത്രാ പദ്ധതികളിൽ മാറ്റം വരുത്തേണ്ടി വന്ന ഇന്ത്യയിലെ എല്ലാ വിദേശ പൗരന്മാരും തങ്ങളുടെ വിസ നീട്ടുന്നതിനോ അല്ലെങ്കിൽ താമസ സൗകര്യം ക്രമീകരിക്കുന്നതിനോ സഹായം ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ബന്ധപ്പെടണമെന്നും അറിയിപ്പ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധം വലിയ കുറ്റകൃത്യമാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇതിന് തക്കതായ മറുപടി നൽകുമെന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഈ വലിയ കുറ്റകൃത്യത്തിന് ഒരിക്കലും മറുപടി ലഭിക്കാതെ പോകില്ല. ഇത് ഇസ്ലാമിക ലോകത്തിൻ്റെയും ഷിയ വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കും. ഖമേനിയുടെ രക്തം ഒരു കുതിച്ചൊഴുകുന്ന അരുവി പോലെ ഒഴുകുമെന്നും അത് അമേരിക്കൻ സൈനിസ്റ്റ് അടിച്ചമർത്തലുകളെ വേരോടെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.